കഥയെ ആരംഭിക്കുന്നത് ഒരു കൃഷിയിടത്തിൽ നിന്നുമാണ്. അവിടെ കർഷകനായ ഒരു വ്യക്തി തന്റെ മകൾക്കൊപ്പം കൃഷിയിടത്തിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ഒരു ശവപ്പെട്ടിയും വലിച്ച് വാളേന്തിയ ഒരു മനുഷ്യൻ വന്നെത്തിയത്. ഒരു പോരാളി, ഏലിയാങ് എന്നാണ് അയാളുടെ പേര്. ഏലിയാങ്ങിനെ കണ്ടതും കർഷകനായിരുന്ന ആ വ്യക്തി തന്റെ വാളെടുത്ത് മുമ്പിട്ട് വന്നു. വിചാരിക്കുന്ന പോലെ അയാൾ ഒരു സാധാരണ കർഷകനായിരുന്നില്ല, അയാൾ ഒരു അസാസിനായിരുന്നു. മുമ്പ് വളരെ വലിയൊരു കൂട്ടക്കൊല നടത്തി അതിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചു താമസിക്കുന്ന വ്യക്തി. അന്ന് ആ ഫാർമർ കൂട്ടക്കൊല ചെയ്ത ആ സെക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ഏലിയാങ്. പ്രതികാരത്തിനായി ഏലിയാങ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അധികം വൈകിയില്ല. രണ്ട് പോരാളികളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. നീണ്ട ഏറ്റുമുട്ടൽ. പക്ഷേ ഏലിയാങ്ങിന്റെ മികച്ച സ്കില്ലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആ ഫാർമറിന് കഴിഞ്ഞില്ല. അയാളൊടുവിൽ കൊല്ലപ്പെട്ടു വീണു. ഇതേ സമയം മറ്റൊരിടത്ത് കറപ്റ്റഡ് ഓഫീസറായ ഒരുപാട് അഴിമതികൾ ചെയ്തിരുന്ന അധികാര കുടുംബത്തിലെ അംഗം ബൂറാൻ അധികാരം കൈയാളുന്ന തന്റെ ചേട്ടനായ ഷെനിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊന്നുതള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷെനിയയുടെ പക്കൽ കറപ്റ്റഡ് ഓഫീസേഴ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അത് പുറത്തു വന്നാൽ തന്റെ ജീവിതം തന്നെ ഇല്ലാതാകും എന്ന് ബൂറാൻ അറിയാമായിരുന്നു. ബൂറാൻ അതുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്തത്. ഷെനിയയുടെ മകൾ യൻയി മാത്രമാണ് ജീവൻ ബാക്കി പിടിച്ചത്. യൻയിയെ അവിടെ പുറത്തു ഭാഗത്ത് ബൂറാൻ കെട്ടിത്തൂക്കി. തനിക്കെതിരെ നിന്നാൽ ഇതായിരിക്കും വിധി എന്ന് മറ്റുള്ളവർക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. ബൂറാന്റെ കയ്യാളുകൾ അവളെ ഉപദ്രവിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ആ വിവരം ഏലിയാങ്ങിന്റെ ചെവിയിലെത്തി. ഏലിയാങ്ങിന്റെ സുഹൃത്തിന്റെ മകളെയാണ് ഈ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ലിയാങ് വെറുതെ ഇരിക്കുമോ? അങ്ങോട്ടേക്ക് എൻഡിയെ രക്ഷപ്പെടുത്താനായി കടന്നു കയറി. പതിവ് പോലെ ശവപ്പെട്ടി വലിച്ച് ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുചെന്നു. ആരു വന്നാലും തടയുവാൻ വേണ്ടി ബൂറാൻ ഒരു സംഘം കാവൽക്കാരെ നിർത്തിയിരുന്നു. ഏലിയാങ്ങിനെ സംബന്ധിച്ച് ബൂറാന്റെ ചതി, അക്രമം പരിധി വിട്ടിരിക്കുന്നു. ഏലിയാങ് തന്റെ ആക്രമണത്തിലേക്ക് കടന്നു. ഒരു സംഘം വരുന്ന വാളുമായി നിന്ന പോരാളികൾക്കെതിരെ ഏലിയാങ് പോരടിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ തന്നെ സംഭവിച്ചു. പക്ഷേ ഏലിയാങ്ങിന്റെ കഴിവുകൾക്ക് മുമ്പിൽ എത്ര പേരുണ്ടെങ്കിലും പിടിച്ചു നിൽക്കൽ അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. അവരെല്ലാവരും കൊല്ലപ്പെട്ടു വീണു. ഒടുവിൽ എൻയെ രക്ഷപ്പെടുത്തി ഏലിയാങ് തന്റെ കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. അധികം വൈകാതെ ആ വിവരം ബൂറാന്റെ ചെവിയിലെത്തി. ബൂറാൻ ചുമ്മാതിരിക്കുമോ? ഏലിയാങ് ആണ് ഷെനിയെയും കുടുംബത്തെയും കൊന്നതെന്നും എൻയെ തട്ടിക്കൊണ്ടുപോയത് എന്ന തരത്തിലും അയാൾ വാർത്ത പ്രചരിപ്പിച്ചു. എല്ലാ തെറ്റും ഏലിയാങ്ങിന്റെ തലയിലേക്കിട്ട് ഏലിയാങ്ങിനെ പിടിക്കുന്നവർക്ക് വളരെ വലിയൊരു തുക പ്രതിഫലമായി അയാൾ പ്രഖ്യാപിച്ചു. അതോടെ എല്ലാവരും ഏലിയാങ്ങിനെ പിടികൂടാൻ അവനെ വേട്ടയാടാൻ ആരംഭിച്ചു. അവിടെയാണ് വാണ്ടർ എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത്. അധികം വൈകാതെ ബൂറാനെ തേടി ഒരു വിവരമെത്തി. ഏലിയാങ് നഗരത്തിന്റെ ഒരു ഭാഗത്ത് വഴിതിരക്കി മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നുവെന്ന്. എന്നെ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും എന്നായിരുന്നു ബൂറാൻ ചിന്തിച്ചത്. അങ്ങനാണെങ്കിൽ ചികിത്സയ്ക്കായി എന്നെയെ അവിടുള്ള ഏതെങ്കിലും വൈദ്യാലയത്തിൽ കൊണ്ടുപോയിരിക്കണം. ആ തരത്തിൽ അന്വേഷിക്കാൻ ബൂറാൻ തീരുമാനിച്ചു. തന്റെ ആളുകൾക്ക് അതിനായുള്ള നിർദ്ദേശവും ബൂറാൻ കൊടുത്തു. വൈകാതെ കിട്ടിയ വിവരമനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ അവർ പരിശോധന നടത്തി. ഒടുവിൽ സംശയം തോന്നിയ ഒരിടത്തേക്ക് ബൂറാൻ തന്നെ കടന്നു ചെന്നു. അവിടുണ്ടായിരുന്ന വൈദ്യനെ ആദ്യം ബൂറാൻ ചോദ്യം ചെയ്തു. സ്വർണ്ണ നാണയങ്ങളായിരുന്നു പ്രതിഫലമായി ബൂറാൻ ഓഫർ ചെയ്തത്. പക്ഷെ അയാൾ മടിക്കുകയായിരുന്നു ചെയ്തത്. ഒരു ഘട്ടത്തിൽ ബൂറാൻ അയാളെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. അതോടെ എന്നെ അവിടെ താൻ ചികിത്സിച്ചിരുന്നു എന്ന കാര്യം ആ വൈദ്യൻ വെളിപ്പെടുത്തി. ചികിത്സയ്ക്കായി ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് മറ്റൊരു സ്ത്രീയാണ് എന്നും അയാൾ വ്യക്തമാക്കിയിരുന്നു. അധികം വൈകിയില്ല. അവിടെ നിന്നിറങ്ങുമ്പോൾ ആ വൈദ്യനെയും ബൂറാൻ കൊന്നുതള്ളി. താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു തരത്തിലും പുറം ലോകം അറിയരുത് എന്ന് ബൂറാന് അപ്പോൾ ഉണ്ടായിരുന്നു. ഇതേ സമയം ലിയാങ് ഉണ്ടായിരുന്നതാകട്ടെ തന്റെ ലവ്വറായ ലിങ്ഷാവോയുടെ അടുത്തായിരുന്നു. ലിങ്ഷാവോയുടെ വീട്ടിൽ തങ്ങി എൻയെ അവർ സംരക്ഷിച്ചു പോവുകയാണ്. ലിങ്ഷാവോ തന്നെയായിരുന്നു എൻയെ ആ വൈദ്യാലയത്തിൽ കൊണ്ടുചെന്നതും. ഏറെക്കുറെ കറപ്റ്റഡ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ എൻയയ്ക്ക് അറിയാമായിരുന്നു. അതിന്റെ പേരിലാണ് തന്റെ അച്ഛനെ കൊന്നതെന്നും എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ലിയാങ് എന്നിയോട് ചോദിച്ചെങ്കിലും അവളൊന്നും തന്നെ മിണ്ടിയില്ല. അധികം വൈകാതെയായിരുന്നു അങ്ങോട്ടേക്ക് ലിങ്ഷാവോ കടന്നു വന്നത്. ലിങ്ഷാവോയുടെ ചാരന്മാർ ഒരു വിവരമെത്തിച്ചിരുന്നു. അവർ ചികിത്സയ്ക്ക് പോയ വൈദ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബൂറാൻ അവരെ തിരഞ്ഞ് അങ്ങോട്ടേക്ക് അധികം വൈകാതെ എത്തിച്ചേരും. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. നഗരമധ്യത്തിലൂടെ രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ല. പ്രാന്തപ്രദേശങ്ങളിലൂടെ വേണം പോകുവാൻ. അതിനെപ്പറ്റി അവർ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്കൊരു മെസ്സഞ്ചർ ബേർഡ് പറന്നെത്തി. ലിങ്ഷാവോ ഡീറ്റെയിൽസ് വായിച്ചു. നഗരത്തിൽ
നഗരത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ബൂറാൻ ആ വഴിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വിവരം കിട്ടിയതും എത്രയും വേഗം രക്ഷപ്പെടണം എന്ന ആവശ്യം പുറത്തു വന്നു. വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോവാനുള്ള റൂട്ടും മറ്റും ലിങ്ഷാവോ ലിയാങ്ങിന് പറഞ്ഞുകൊടുത്തു. എന്നിയുമായി ലിയാങ്ങിനോട് പോവാനും ബൂറാന്റെ നീക്കങ്ങളെ തടഞ്ഞു നിർത്താൻ താൻ ഇവിടെ തുടരാം എന്നും ലിങ്ഷാവോ പറഞ്ഞിരുന്നു. വൈകാതെ എന്നിയുമായി ലിയാങ് അവിടെ നിന്ന് പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ബൂറാൻ എത്തി. ഒരു ഗസ്റ്റിനെ പോലെ ലിങ്ഷാവോ ബൂറാനെ സ്വീകരിച്ചു. സ്വാഭാവിക രീതിയിൽ ഇടപഴകി. ഉള്ളിൽ ഭയമുണ്ടായിരുന്നെങ്കിലും അവളത് മറച്ചുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കുന്നതിനിടയിൽ വിദഗ്ധമായി ബൂറാൻ അവളുടെ ഡ്രിങ്കിൽ വിഷം കലർത്തി. അതോടെ ബൂറാനെ എതിരിടാൻ അവൾക്ക് പറ്റാതെ വന്നു. അവൾ ബന്ദിയാക്കപ്പെട്ടു. അവരുടെ ഇരയായി മാറി. തന്നെ എതിർക്കുന്നവർക്കുള്ള വാണിംഗായി ലിങ്ഷാവോയെയും മാറ്റുകയായിരുന്നു ബൂറാന്റെ ലക്ഷ്യം. അധികം വൈകാതെ ലിയാങ്ങിന്റെ ചെവിയിലും ആ വിവരമെത്തി. ലിങ്ഷാവോയെ ബൂറാൻ പിടികൂടി ബന്ദിയാക്കിയിരിക്കുന്നു. നിലവിൽ തെരുവിലൂടെ അവളെ കൊണ്ടുനടന്ന് ജനങ്ങൾക്ക് വാണിംഗ് കൊടുക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ലിങ്ഷാവോയെ രക്ഷപ്പെടുത്താൻ ലിയാങ് തീരുമാനിച്ചു. ലിങ്ഷാവോയെ കൊണ്ടുനടന്ന പോരാളികൾക്കെതിരെ ലിയാങ് പോരടിച്ചു. വിഷത്തിന്റെ കെട്ടിറങ്ങി അത്യാവശ്യം മെച്ചപ്പെട്ടു വന്ന ലിങ്ഷാവോയെ അവിടെ നിന്ന് ലിയാങ് രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ എന്നിയുമായി അവിടെ നിന്ന് ഓടിപ്പോവാൻ ലിങ്ഷാവോയോട് ലിയാങ് പറഞ്ഞിരുന്നു. ലിങ്ഷാവോ അത്തരത്തിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി. പക്ഷേ വഴിമധ്യേ അവരെ ആക്രമിക്കാൻ ബൂറാന്റെ വലങ്കയ്യായ ലേഡി വന്നെത്തി. എന്നിയെ കൊല്ലുവാനാണ് അവൾ വന്നതെങ്കിലും ലിങ്ഷാവോ അവൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവളെ തടയാൻ ശ്രമിച്ചു. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ ലിങ്ഷാവോക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആ ലേഡി ലിങ്ഷാവോക്കുമേൽ സാരമായ പരിക്കേൽപ്പിച്ചു. ലിങ്ഷാവോ കുത്തേറ്റു വീണു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലിയാങ് എത്തിച്ചേർന്നിരുന്നു. ലിയാങ് അവൾക്കെതിരെ പോരടിച്ചു. ആ ലേഡിയെ കൊന്നുകളഞ്ഞു. പക്ഷേ എന്നിട്ടും ലിങ്ഷാവോയെ രക്ഷപ്പെടുത്താൻ ലിയാങ്ങിന് സാധിച്ചില്ല. ലിങ്ഷാവോ മരണത്തോട് മല്ലിടുന്ന സമയത്ത് എന്നിയെ ലിയാങ്ങിനോട് എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നു മാത്രം പറഞ്ഞു. ലിങ്ഷാവോയുടെ അവസ്ഥ കണ്ട് എന്നിയെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ലിയാങ്ങിന്റെ മടിയിൽ കിടന്ന് ലിങ്ഷാവോയെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ജ്യേഷ്ഠൻ മരണപ്പെട്ടതോടെ ആ നഗരത്തിന്റെ അധികാരം ബൂറാൻ ഏറ്റെടുത്തിരുന്നു. തന്റെ ക്രൂരമായ മനസ്സുകൊണ്ട് തനിക്കെതിരെ തിരിയുന്നവരെയൊക്കെ കൊന്നുതള്ളിയും അടിച്ചൊതുക്കിയും അഴിമതി നടത്തിയും ബൂറാൻ മുമ്പിലേക്ക് പോവാൻ തുടങ്ങി. ലിയാങ് ജീവിച്ചിരിക്കുന്നത് തനിക്ക് അപകടമാണ് എന്ന് ബൂറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വകവരുത്താൻ നഗരത്തിന്റെ കാവൽ ബൂറാൻ വർദ്ധിപ്പിച്ചു. ലിയാങ്ങിന്റെ തലയ്ക്ക് വളരെ വലിയ പ്രതിഫലത്തുക അവൻ വിധിക്കുകയും ചെയ്തു. ഈ സമയം കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ശനിയയും ബൂറാനും ലിയാങ്ങും സഹോദരങ്ങളെപ്പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു പ്രഭു കുടുംബത്തിലെ സഹോദരങ്ങളായിരുന്നു അവർ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ബൂറാൻ അഴിമതിയിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളിലേക്കും കറപ്റ്റഡ് ഓഫീസേഴ്സുമായുള്ള ചങ്ങാത്തങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുന്നത്. ശനിയ അത് ചോദ്യം ചെയ്തു. കൈയോടെ പിടികൂടി. ബൂറാൻ കുടുംബത്തിന്റെ മഹത്വവും പേരും കളഞ്ഞുകുളിച്ചത് ശനിയ ചോദ്യം ചെയ്തു. അതിന് തടയിടാൻ ചക്രവർത്തിയുമായി സംസാരിക്കാൻ വരെ ശനിയ തീരുമാനിച്ചിരുന്നു. തന്റെ അഭിമാനവും താനുണ്ടാക്കിയതുമൊക്കെ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ ബൂറാൻ അതോടെ ഉണർന്ന് പ്രവർത്തിച്ച് ശനിയെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. ലിയാങ് തനിക്കെതിരെ തിരിയുമെന്നുള്ളതിനാൽ കുറ്റങ്ങൾ അവന്റെ തലയിൽ വെച്ചുകെട്ടുകയും ചെയ്തു. ലിയാങ്ങിന്റെ തലയ്ക്ക് വളരെ വലിയ വില വിധിച്ചതുകൊണ്ട് നാടൊട്ടുക്കുമുള്ള അസാസിൻസും മറ്റും ലിയാങ്ങിനെതിരെ തന്നുണ്ടായിരുന്നു. ഒളിച്ച് യാത്ര ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലിയാങ് ആയിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെയുള്ള ഒരു സത്രത്തിലെത്തി. വൈകാതെ ലിയാങ്ങിന്റെ മുമ്പിലേക്ക് കുറച്ച് ഡ്രിങ്കുകൾ കൊണ്ടുവരപ്പെട്ടു. അതിന്റെ പേര് ചോദിച്ചപ്പോ കൊണ്ടുവന്ന വ്യക്തിക്ക് അത് പറയാൻ സാധിക്കുന്നില്ല. ലിയാങ്ങിന് സംശയങ്ങൾ തോന്നി. അധികം വൈകാതെ തന്റെ ചുറ്റിലുമുള്ളത് തന്നെ കൊല്ലാൻ വന്ന അസാസിൻസ് ആണ് എന്ന് ലിയാങ് തിരിച്ചറിയുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ ആരംഭിച്ചു. ശക്തമായ പോരാട്ടം. നിരവധി അസാസിൻസ് ഉണ്ടായിരുന്നിട്ടും എല്ലാവർക്കും എതിരെ തന്റെ കരുത്തുകൊണ്ടും കഴിവുകൊണ്ടും ലിയാങ് പിടിച്ചു നിന്നു. തന്നെ ആക്രമിക്കാൻ വന്നവരെയൊക്കെ ലിയാങ് അടിച്ചൊതുക്കി താഴെ വീഴ്ത്തി. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ലിയാങ് നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പിച്ചക്കാരനെ പോലുണ്ടായിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നത്. അയാൾ ശരിക്കും ശക്തനായ ഒരു അസാസിനായിരുന്നു, ഒരു പോരാളിയായിരുന്നു. അയാൾ ലിയാങ്ങിനെ ആക്രമണത്തിന് വെല്ലുവിളിച്ചു. അയാളെ അവഗണിച്ച് ലിയാങ് പോവാൻ തുടങ്ങി. പക്ഷേ ആ പിച്ചക്കാരനെ പോലുള്ള വ്യക്തി ലിയാങ്ങിന് മുമ്പിലേക്ക് ചാടി വീണു. മികച്ച കഴിവുകളുള്ള വ്യക്തിയാണത് എന്ന് ലിയാങ്ങിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലീ എന്ന പേര് പറഞ്ഞ് തന്നെ അയാൾ പരിചയപ്പെടുത്തി. ലീ ഒരു മാസ്റ്റർ ഫൈറ്റർ ആണ്. അധികം വൈകിയില്ല. ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ അതത്രമേൽ തീവ്രമായതായിരുന്നു. ഒടുവിലൊരു ഘട്ടത്തിൽ ലിയാങ് പരാജിതനാവേണ്ടതുപോലുമായിരുന്നു. പക്ഷേ ലിയാങ്ങിനെ കൊല്ലാൻ അടുത്തുവന്ന ലിയാകട്ടെ പെട്ടെന്നൊന്നു നിന്നു. ലിയാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന കൂടയിൽ എന്നിയെ കണ്ടതോടെയായിരുന്നു അയാൾ തന്റെ പോരാട്ടം അവസാനിപ്പിച്ചത്. തന്റെ മകളുടെ മരണം
വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു പാവം മനുഷ്യനാണ് അയാൾ. എൻജിയെ ലിയാങ് സംരക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതും ലിയാങ്ങിനെ കൊല്ലാനുള്ള നീക്കത്തിൽ നിന്ന് ലീ പിന്മാറി പോകുമ്പോ അയാൾ പറഞ്ഞു, ഇന്ന് എൻജി സ്വസ്ഥമാകുന്നു, നീ തനിച്ചാകുന്നു, അന്ന് ഞാൻ നിന്നെ കൊലപ്പെടുത്തും, നിന്റെ മേൽ വിധിച്ച ബൗണ്ടി നേടും. ലീ അവിടെ നിന്നും ബൂറാനെ കാണാൻ പുറപ്പെട്ടു ചെന്നു. ബൂറാൻ അടുക്കൽ ചെന്ന് നടന്ന ഏറ്റുമുട്ടലുകളുടെ കാര്യം പറഞ്ഞു. ബൂറാന്റെ അച്ഛനോട് തനിക്ക് വളരെ വലിയ വിധേയത്വമുണ്ടെന്നും അതുകൊണ്ട് ബൂറാന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ താൻ തയ്യാറാണ് എന്നും ലീ അറിയിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, കൊച്ചു കുട്ടികളെ ബൂറാൻ ഉപദ്രവിക്കരുത്, അവർക്ക് ആപത്തൊന്നും വരുത്തരുത്. ലീയുടെ ആ പറച്ചിലിനെ ബൂറാൻ കളിയാക്കി തന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ലിയാങ്ങിനെ കൊല്ലാനുള്ള തന്റെ തീരുമാനം മുമ്പോട്ടേക്ക് പോകുമെന്നും എൻജിയെയും കൊല്ലുമെന്നും അത് താൻ വാങ് ബുവോയ് എന്ന തന്റെ പോരാളിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുമായിരുന്നു അവൻ പറഞ്ഞത്. വോങ് ബുവോയ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അയാളുടെ കയ്യിൽ ലീയുടെ കൊല്ലപ്പെട്ട മകളുടെ ആഭരണവും ഉണ്ടായിരുന്നു. ലീ അതിൽ നോക്കി ഞെട്ടലോടെ നിൽക്കുമ്പോ ഒട്ടും മടിക്കാതെ വോങ് ബുവോയ് ലീയെ അവിടെ വെച്ച് കൊന്നുതള്ളി. തന്റെ മകളുടെ ചിന്തകളിൽ ഒരു നിമിഷം സ്റ്റെക്കായി പോയ അവസരമായിരുന്നു ലീയെ കൊല്ലുവാൻ വോങ് ബുവോയ് മുതലെടുത്തത്. ചതിയിലൂടെ അയാൾ ലീയെ ഇല്ലായ്മ ചെയ്തു. ലീ കൊല്ലപ്പെട്ടതോടെ ബൂറാൻ ഒരു കാര്യം മനസ്സിലായി, ഇനി അധികമാർക്കുമൊന്നും ലിയാങ്ങിനെ കൊല്ലാൻ സാധിക്കില്ല. അവനിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് വോങ് ബുവോയിൽ മാത്രമാണ്. വോങ് ബുവോയ് അങ്ങനെ ഏതെങ്കിലും ഒരു അസാസിനല്ല. അവർ ഒന്നിച്ച് ഒരേ ഗുരുകുലത്തിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ വോങ് ബുവോയുടെ ക്രൂര പ്രവൃത്തികൾ കാരണം അവനെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അന്നു മുതൽ ലിയാങ്ങിനോടും ഗുരുകുലത്തിനോടും വോങ് ബുവോയ്ക്ക് വലിയ ശത്രുത തന്നെയുണ്ട്. നിലവിൽ ബൂറാൻ വലിയ തുക തന്നെ ലിയാങ്ങിനെ കൊന്നാൽ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് സ്വന്തമാക്കാൻ വോങ് ബുവോയ് എന്തു വേണമെങ്കിലും ചെയ്യും. വോങ് ബുവോയ് ഗുരുകുലത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും അവൻ കൂടുതലായി പഠിച്ചിരുന്നു. വോങ് ബുവോയ്ക്ക് വിദഗ്ധമായ ചില വിഷങ്ങൾ ഉണ്ടാക്കാനും അത് മറ്റുള്ളവർ തിരിച്ചറിയാത്ത രീതിയിൽ അവരെ കുടിപ്പിക്കാനും അറിയാം. പ്രച്ഛന്ന വേഷത്തിലും വേഷം മാറലിലുമെല്ലാം അവൻ വിദഗ്ധനാണ്. വോങ് ബുവോയ് ആലോചിച്ചു, ലിയാങ്ങിന് നിലവിൽ സപ്പോർട്ട് കിട്ടുന്ന മറ്റൊരിടവുമില്ല. അതുകൊണ്ട് ലിയാങ് പോവാൻ സാധ്യത ഗുരുകുലത്തിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ലിയാങ് അവിടെത്തുമ്പോ അവനെ കൊടുക്കാൻ വോങ് ബുവോയ് തീരുമാനിച്ചു. ലിയാങ്ങിന്റെ വേഷം കിട്ടി അതേ രൂപത്തിൽ ഗുരുകുലത്തിലെ മാസ്റ്ററെ കാണുവാൻ വേണ്ടി വോങ് ബുവോയ് ചെന്നെത്തി. പക്ഷേ മാസ്റ്ററിന് ആ വരവിലും പ്രവൃത്തിയിലും സംശയങ്ങൾ തോന്നിയിരുന്നു. ലിയാങ്ങിന്റെ വേഷത്തിലെത്തിയ വോങ് ബുവോയ് മാസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ചു. മാസ്റ്റർ തിരിച്ചടിച്ചു. പക്ഷേ അപ്പോഴേക്കും മാസ്റ്ററുടെ ദേഹത്തിലേക്ക് വിഷത്തിന്റെ അംശം വോങ് ബുവോയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മാസ്റ്റർ തളരാൻ ആരംഭിച്ചു. വോങ് ബുവോയ് മാസ്റ്ററെ കൊന്നില്ല. വേദനയിൽ മാസ്റ്ററെ ജീവിക്കാൻ വിട്ടു. മാസ്റ്ററെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കി മാസ്റ്ററുടെ സ്ഥാനം ഏറ്റെടുത്ത് വോങ് ബുവോയ് അവിടെ തുടരാൻ തുടങ്ങി. ഇതിനിടയിൽ അവൻ ബൂറാനെ ചെന്നു കണ്ടു. മാസ്റ്ററുടെ തിരോധാനത്തിന്റെ വിവരം ലിയാങ്ങിന്റെ ചെവിയിലെത്തുമെന്നും ലിയാങ് മാസ്റ്ററെ തിരഞ്ഞ് ഗുരുകുലത്തിലേക്ക് വരുമെന്നും അപ്പോൾ താൻ അവനെ കൈകാര്യം ചെയ്യും എന്നും വോങ് ബുവോയ് ബൂറാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതേസമയം മറുവശത്ത് എൻജിയുടെ ആരോഗ്യവും വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പനി പിടിപ്പെട്ടു. രാത്രിയിൽ അവൾ പിച്ചുംപേയും പറയുന്നുണ്ട്. തന്റെ അച്ഛൻ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെ പറ്റിയൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ അച്ഛൻ ലിയാങ്ങിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു എന്നവളുടെ വാക്കുകൾ കൂടിയായപ്പോ ലിയാങ്ങിന് പിന്നീട് വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എൻജിയെ ചികിത്സിക്കണം. ധൈര്യം സംഭരിച്ച് അവൻ നഗരത്തിലേക്ക് എൻജിയുമായി വന്നു. പിന്നാലെ അവിടെ ഒരു വൈദ്യനെ കണ്ട് ചികിത്സിപ്പിച്ചു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് അവിടുത്തെ ജനങ്ങൾ തന്റെ മാസ്റ്ററെ പറ്റി സംസാരിക്കുന്നത് ലിയാങ് കേൾക്കുന്നത്. മാസ്റ്ററിനെ കുറച്ചു ദിവസമായി കാണാനില്ല, പരിക്കേറ്റ നിലയിലായിരുന്നു മുമ്പ് കുറച്ചുപേർ കണ്ടത് എന്നൊക്കെയാണുള്ള സംസാരം പോകുന്നത്. പലരും അത് പ്രവർത്തിച്ചത് ലിയാങ് ആണ് എന്ന മട്ടിലും പറയുന്നുണ്ട്. അതോടെ മാസ്റ്ററെ കാണാൻ വേണ്ടി ലിയാങ് ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ മാസ്റ്റർ അവിടെ തന്നെയുണ്ട്. മാസ്റ്റർ സന്തോഷത്തോടെ ലിയാങ്ങിനെ വെൽക്കം ചെയ്തു. മാസ്റ്റർ ആരോഗ്യവാനുമാണ്. പക്ഷേ മാസ്റ്ററുടെ പെരുമാറ്റത്തിലും മറ്റും ലിയാങ്ങിന് ചില സംശയം തോന്നി. പക്ഷേ വിദഗ്ധമായി മാസ്റ്ററുടെ വേഷത്തിൽ മുമ്പിലിരിക്കുന്നത് വോങ് ബുവോയാണ് എന്ന് ലിയാങ് തിരിച്ചറിഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, ഇരുവരും തമ്മിൽ ശക്തമായൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പക്ഷേ വോങ് ബുവോയ് നേരത്തെ ഭക്ഷണം കൊടുത്തല്ലോ, അതിൽ വിഷം കലർത്തിയിരുന്നു. അതവനെ അവശതയിലാക്കാൻ തുടങ്ങി. വോങ് ബുവോയുടെ കയ്യിൽ പെടാതെ അവിടുണ്ടായിരുന്ന എൻജിയുമായി അവൻ കാട്ടിലേക്ക് ഓടി. പക്ഷെ ഒരു മലഞ്ചെരുവിലേക്ക് എത്തിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് വോങ് ബുവോയ് വന്നെടുത്തു. താനിനി ഏറ്റുമുട്ടലിനില്ലെന്നും ലിയാങ്ങിന്റെ വാള് തനിക്ക് തന്നാൽ മതി എന്നും വോങ് ബുവോയ് പറയുന്നുണ്ടായിരുന്നു. അതിന് വിസമ്മതിച്ച് ലിയാങ് നിന്നതും അവനൊരു കത്തി അവർക്ക് നേരെ വലിച്ചെറിഞ്ഞു. എൻജിയും ലിയാങ്ങും അവിടെ നിന്നുരുണ്ട് താഴേക്ക് മലയിടുക്കിലേക്ക് വീണു. അവർ
കൊല്ലപ്പെട്ട് കാണും, ഇല്ലെങ്കിൽ വിഷം തീണ്ടി ലിയാങ് കൊല്ലപ്പെട്ടോളും എന്ന് ചിന്തിച്ച് വോങ് ബുവൈ ലിയാങ്ങിന്റെ വാളുമെടുത്ത് ബൂറാന്റെ മുമ്പിലേക്കെത്തി താൻ അവനെ വകവരുത്തിയെന്ന് പറഞ്ഞ് ആ വാൾ കാണിച്ചു കൊടുത്തു. ബൂറാൻ അവനെ അഭിനന്ദിച്ചു. പിന്നാലെ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ്ങിലേക്കും ക്ഷണിച്ചു. മദ്യപിച്ച് അവർ ആസ്വദിക്കൽ ആരംഭിച്ചു. അധികം വൈകിയില്ല, വോങ് ബുവൈ വിഷം തീണ്ടി മരണപ്പെട്ടു. വോങ് ബുവൈ എല്ലാവരെയും കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന അതേ മെത്തേഡ് വോങ് ബുവോയ്ക്കെതിരെ ബൂറാൻ പ്രയോഗിച്ചു. അവന് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം കലർത്തി തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇല്ലാതാക്കലായിരുന്നു ബൂറാന്റെ ലക്ഷ്യം. ഇതേസമയം മറുവശത്ത് താഴേക്ക് വീണ ലിയാങ്ങിനെയും എൻഡിയെയും ലിയാങ്ങിന്റെ ഒറിജിനൽ മാസ്റ്റർ കണ്ടെത്തിയിരുന്നു. മാസ്റ്റർ തന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ലിയാങ്ങിനെ ചികിത്സിച്ചു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ലിയാങ് ഒന്ന് കണ്ണു തുറന്നത്. പക്ഷേ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷം മറ്റൊരാൾക്ക് മാത്രമേ വലിച്ചെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അവിടെ തുടരുമ്പോൾ എൻയ രഹസ്യം വെളിപ്പെടുത്തി. അവളുടെ തലയിൽ കെട്ടിയിരിക്കുന്ന റിബണിൽ കറപ്റ്റഡ് ഓഫീസേഴ്സിന്റെയും അവർ ചെയ്ത അഴിമതിയുടെയും മൊത്തം വിവരങ്ങളുണ്ട്. അത് ചക്രവർത്തിക്ക് കൊടുത്താൽ ഉടൻ തന്നെ നടപടി ഉണ്ടായിക്കോളും. വൈകാതെ സിറ്റി ഹാളിൽ ഒരു ഇംപീരിയൽ കോൺവോയ് നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് അത് വെളിപ്പെടുത്താൻ ലിയാങ് ആലോചിച്ചു. മാസ്റ്റർ വീണ്ടും ലിയാങ്ങിന്റെ ശരീരത്തിൽ നിന്ന് വിഷം മുക്തമാക്കുന്ന പ്രക്രിയ തുടർന്നു. പക്ഷേ വൈകിപ്പോയിരുന്നു. എളുപ്പത്തിൽ ആ വിഷം അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. യഥാർത്ഥ വാള് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വീക്കായി ലിയാങ്ങിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ ശിഷ്യനെ സംരക്ഷിക്കാൻ, അവന് കരുത്തേകാൻ, അവന്റെ ശരീരത്തിൽ നിന്ന് വിഷം മുഴുവൻ തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ, വലിച്ചെടുക്കാൻ മാസ്റ്റർ തയ്യാറായി. വൈകാതെ ലിയാങ് നഗരത്തിലേക്ക് പുറപ്പെട്ടു. അന്നായിരുന്നു ബൂറാനും ചക്രവർത്തിയുടെ ദൂതനും സംസാരിക്കുന്നത്. പക്ഷെ ആ മീറ്റിംഗ് നടക്കുമ്പോ അങ്ങോട്ടേക്ക് ശവപ്പെട്ടിയും വലിച്ചുകൊണ്ട് ലിയാങ് കടന്നു ചെന്നു. പിന്നാലെ ബൂറാനെതിരെയുള്ള തെളിവുകൾ എഴുതിയിരുന്ന റിബൺ അടക്കം കാണിച്ച് ദൂതനെടുക്കൽ ലിയാങ് കാര്യങ്ങൾ വ്യക്തമാക്കി. അതോടെ ലിയാങ്ങിനെ എതിരിടാൻ ബൂറാൻ തന്നെ ഇറങ്ങി വന്നു. പിന്നെ പറയണ്ടല്ലോ, ഇരുവരും തമ്മിൽ കനത്ത ഫൈറ്റ് ആരംഭിക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ വുഡൻ സോഡ് കൊണ്ട് എതിരിട്ട് ലിയാങ്ങിനെ തടയാൻ ബൂറാൻ എളുപ്പമായിരുന്നു. എന്നാലും അവർ തമ്മിൽ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ബൂറാന്റെ വീട്ടിൽ സൂക്ഷിച്ച ലിയാങ്ങിന്റെ വാള് അവന്റെ കയ്യിൽ വന്നു കെട്ടി. പിന്നെ പറയണ്ടല്ലോ, അത് തന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി അവൻ തന്റെ പോരാട്ടം തുടങ്ങി. നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ബൂറാനെ ലിയാങ് വകവരുത്തി. തന്റെ ദൗത്യം അവസാനിച്ചതും എൻഡിക്ക് മാസ്റ്ററുടെ അടുത്തേക്ക് ലിയാങ് തിരികെ എത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടത് ലിയാങ്ങിന്റെ വിഷം മുഴുവൻ വലിച്ചെടുത്ത് സ്വയം മരണമടിഞ്ഞ് ജീവത്യാഗം ചെയ്ത മാസ്റ്ററെയായിരുന്നു. തന്റെ മാസ്റ്ററിന് മുമ്പിൽ അവൻ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ ത്യാഗത്തെ വണങ്ങിക്കൊണ്ട് നന്ദിയോടെ അദ്ദേഹത്തെ നോക്കി. ലിയാങ്ങിന്റെ ജീവിതം മുമ്പോട്ട് തുടരും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.